മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങുകയാണ് ശബരിമല. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തേക്ക് എത്തും. ഇത്തവണ 2 ലക്ഷത്തിലധികം ഭക്തർ മകരജ്യോതി ദർശനത്തിന് എത്തിച്ചേരുമെന്നാണ് കണക്ക്. മനീഷ് ഐഷ മാത്യു വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് സന്നിധാനത്ത് നമുക്കൊപ്പം. മനീഷേ, ഈ നാളെ ഈ സമയത്ത് ശരണമുഖരിതമായിരിക്കും സന്നിധാനം. ഇപ്പോൾ അവസാനവട്ട ഒരുക്കങ്ങൾ ഏതുവരെ എത്തി? അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അടക്കമുള്ള എല്ലാ അവസാനഘട്ട പരിശോധനകളോടൊപ്പം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഇതേ സമയമാകുമ്പോഴേക്കും ഇവിടെ തിരുവാഭരണം വെച്ചുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവാഭരണം അയ്യപ്പനെ അണിയിച്ചതിന് ശേഷമായിരിക്കും ദീപാരാധന നടക്കുക. ഈ ദീപാരാധനത്തിന് ശേഷമാണ് പൊന്നമ്പലം വീട്ടിൽ മകരവിളക്ക് തെളിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടൊപ്പം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തന്നെ കേരളത്തിനകത്തു നിന്നും അതോടൊപ്പം തന്നെ വിവിധ മറ്റു സംസ്ഥാനങ്ങളിലും ഒക്കെയായിട്ടുള്ള നിരവധി ഭക്തരാണ് സന്നിധാനത്തിന് വിവിധ ഭാഗങ്ങളിലായിട്ട് തമ്പടിച്ചിരിക്കുന്നത്. മാത്രമല്ല സന്നിധാനത്തിന്റെ ഭാഗങ്ങളിലും അതോടൊപ്പം തന്നെ വനമേഖലയിലൊക്കെ തന്നെ ഇവർ ഇതിനോടൊപ്പം തന്നെ തമ്പടിച്ചിട്ടുണ്ട്. പർണശാലകൾക്ക് തീർത്താം. ഈ പർണശാല എന്ന് പറയുമ്പോൾ തന്നെ വനമേഖലയിലൊക്കെ തന്നെ ഇവർ ഇതിനോടൊപ്പം തന്നെ തമ്പടിച്ചിട്ടുണ്ട്. പർണശാലകളൊക്കെ തീർത്ത ഈ പർണശാല എന്ന് പറയുമ്പോൾ ഇലകൾ കൊണ്ട് തീർത്ത കുടിലുകൾക്കാണ് അങ്ങനെ പർണശാല എന്ന് പറയുക. അങ്ങനെ കുടിലുകൾക്കുള്ളിൽ അതുപോലെ തന്നെ ടെന്റ് അടിച്ച് അതുപോലെ തന്നെ ഷെഡുകൾ തീർത്ത് അങ്ങനെ നിരവധി ഭക്തരാണ്, ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുന്നതോടുകൂടി തന്നെ ഏകദേശം 2 ലക്ഷത്തോളം അടുത്ത ആളുകൾ തന്നെ ഇവിടെ നിന്ന് സന്നിധാനത്ത് നിന്ന് മാത്രം ദർശനം തേടാൻ വേണ്ടി ഉണ്ടാകുമെന്നുള്ളതാണ് കണക്കാക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കാലാവസ്ഥയും അനുകൂലമായ സാഹചര്യത്തിലാണ് ഉള്ളത്. സമയം മുമ്പ് ആകാശം മൂടിക്കെട്ടിയ ഒരു അവസ്ഥയിലായിരുന്നെങ്കിലും മഴ പെയ്യുന്ന സാഹചര്യം മാറി നിൽക്കുകയാണ്. മഴ പെയ്താൽ അത് ഭക്തർ സമൂഹത്തിന് വഴി ദൂരത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരും തുറസായ സ്ഥലങ്ങളിലൊക്കെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. ചിലപ്പോൾ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ നിലവിൽ കാലാവസ്ഥ അനുകൂലമായ സാഹചര്യം തന്നെയാണ്. എന്തായാലും നാളെ അയ്യപ്പനെ തിരുവാഭരണം അണിയിച്ചതിന് ശേഷം ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും പൊന്നമ്പലം വീട്ടിൽ മകരവിളക്ക് തെളിക്കുക. എന്തായാലും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. നിലവിൽ ഇപ്പോൾ സന്നിധാനത്തും അതുപോലെ തന്നെ സന്നിധാന പരിസരമൊക്കെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നടക്കാൻ പോലും പ്രയാസത്തിന്റെ തരത്തിലേക്കുള്ളപ്പം സ്വാമിമാർ ഇവിടെ 2 ദിവസങ്ങളിലായി താമസമാണ്. അങ്ങനെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അപ്പോഴും കൃത്യമായ നിയന്ത്രണങ്ങളുടെയും കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെയും ഭംഗിയായാണ് നിലവിൽ ഇതുവരെ കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ മനീഷേ, ശരി. അപ്പം സന്നിധാനത്ത് അവസാനവട്ട ഒരുക്കങ്ങളാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ മനീഷ് ഐഷ മാത്യു. അതോടൊപ്പം